പ്രത്യേകം തയ്യാറാക്കിയ ക്രമീകരിച്ച ഇടങ്ങളിലേക്ക് അല്പസമയത്തിനകം ഈ മൃതശരീരങ്ങൾ എത്തിക്കും. ഏറ്റവും ഒടുവിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? 10:40 45 പേരുടെയും മൃതദേഹങ്ങൾ വ്യോമസേനയുടെ പ്രത്യേക ഹെർക്കുലീസ് വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. കാർഗോ ക്ലിയറൻസ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിവേഗം ഈ ക്ലിയറൻസ് നടപടികൾ പൂർത്തിയാക്കാനുള്ള ക്രമീകരണങ്ങൾ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ചെയ്തിരുന്നു. ഈ ക്ലിയറൻസ് നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഉടൻ തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഔദ്യോഗികമായി അന്തിമോപചാരം അർപ്പിക്കും. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ചേർന്നാണ് അന്തിമോപചാരം അർപ്പിക്കുന്നതിന്. ഇത്രയും ആളുകൾ 31 പേരുടെയും മൃതദേഹങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം 23 മലയാളികളുടെയും മൃതദേഹങ്ങൾ അതത് ജില്ലകളിലേക്ക് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. കർണാടകയിൽ നിന്നുള്ള ഒരാളുടെ മൃതദേഹം സംസ്ഥാന അതിർത്തി വരെ കേരള പോലീസിന്റെ അകമ്പടിയോടുകൂടിയായിരിക്കും കൊണ്ടുപോവുക. അവിടെ വെച്ച് കർണാടക സർക്കാരിന് ഔദ്യോഗികമായി കൈമാറും. 7 തമിഴ്നാട് സ്വദേശികളാണ് അപകടത്തിൽ മരിച്ചത്. അവരുടെ മൃതദേഹങ്ങളും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തമിഴ്നാട് സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ വിഭാഗ മന്ത്രി അടക്കം എത്തിയിട്ടുണ്ട്. പോലീസിന്റെ അകമ്പടിയോടുകൂടിയാവും ഇവ വാളയാർ വരെ കൊണ്ടുപോവുക. ഇതുകൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ മൃതദേഹങ്ങൾ വ്യോമസേനയുടെ ഇതേ വിമാനത്തിൽ തന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. പശ്ചിമ ബംഗാൾ, ഒഡീഷ, ഒപ്പം ബീഹാർ, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ മൃതദേഹങ്ങൾ ഡൽഹിയിൽ എത്തിച്ചതിനു ശേഷമാകും അതത് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ തന്നെ ക്ലിയറൻസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. തുടർന്ന് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കാർഗോ വിഭാഗത്തിന് മുമ്പിലൊരുക്കിയിരിക്കുന്ന പന്തലിലേക്ക് മൃതദേഹങ്ങൾ മാറ്റും. മുൻപ് റിപ്പോർട്ട് ചെയ്തതുപോലെ അപകടത്തിൽ മരിച്ച മലയാളികളുടെ ചിത്രങ്ങളാണ് അവരുടെ ഓർമ്മകളായി അവിടെ വെച്ചിരിക്കുന്നത്. ഈ ചിത്രങ്ങൾക്ക് മുന്നിൽ അവരുടെ മാതാപിതാക്കളും ഉറ്റ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ കാണാനായത്. ചിലർ ഒരാഴ്ച മുൻപ്, മറ്റു ചിലർ 1 മാസം മുൻപ്, ചിലർ 1-2 വർഷങ്ങൾക്ക് മുൻപ് ഒക്കെ ഒരുപാട് സ്വപ്നങ്ങളുമായി അന്നം തേടി ഇതേ വിമാനത്താവളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് പോയവരാണ്. ഇന്ന് അവർ ചേതനയേറ്റാണ് മടങ്ങി വരുന്നത് എന്നുള്ള കാര്യം ഇനിയും വിശ്വസിക്കാൻ പോലും ഉറ്റ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒന്നും ആവുന്നില്ല. മാത്രവുമല്ല പലരും കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ആളുകളാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിപ്പോരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്ന ആളുകളുണ്ട്. പ്രവാസ ലോകത്തേക്ക് പോയിട്ട് കേവലം 1-2 ആഴ്ച മാത്രമായ ആളുകളുണ്ട്. ആദ്യ ശമ്പളം കഴിഞ്ഞ ദിവസം മാത്രം വീട്ടിലേക്ക് കൊടുത്തയച്ച ആളുകളുണ്ട്. അങ്ങനെയൊക്കെ വികാരഭരിതമാണ് ഓരോ ആളുടെ കഥകളും എന്ന് പറയുന്നത്. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ആളുകൾ വരെ ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും ജോലി ചെയ്തിരുന്ന കമ്പനിയും മറ്റ് സ്വകാര്യ വ്യക്തികളും ഉൾപ്പെടെ ഇവർക്ക് സാമ്പത്തിക സഹായമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്ന് കരകയറാനാവാത്ത വിധം ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവർ അങ്ങനെ ദുഃഖത്തിൽ അഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഏതാണ്ട് 3 മണിയോടുകൂടി അല്ലെങ്കിൽ 4 മണിയോടുകൂടി ഏതാണ്ട് എല്ലാവരുടെയും തന്നെ മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിൽ എത്തിക്കും. ചിലരുടെ മൃതദേഹങ്ങൾ വീടുകളിൽ നിന്ന് മാറി ആശുപത്രി മോർച്ചറിയിലേക്കാണ് നേരെ കൊണ്ടുപോകുന്നത്. മരിച്ചവരുടെ ഉറ്റവർ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ എത്താനുണ്ട്. അവർ കൂടി എത്തിയതിനു ശേഷമേ ചിലരുടെ സംസ്കാരം നടത്തുകയുള്ളൂ. അതുകൊണ്ട് താൽക്കാലികമായി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും. മറ്റ് ചിലരുടെ സംസ്കാരം ഇന്ന് തന്നെ നടത്തും. കോട്ടയം ജില്ലയിൽ നിന്ന് 3 പേരും, പത്തനംതിട്ടയിൽ നിന്ന് 6 പേരും, കൊല്ലം ജില്ലക്കാരായ 4 പേരുമാണ് അപകടത്തിൽ മരിച്ചത്. കൂടാതെ തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ളവരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതേസമയം നിലവിൽ അപകടത്തിൽപ്പെട്ട് പൊള്ളലേറ്റും മറ്റും പരിക്കേറ്റ് കഴിയുന്നവർ അതിവേഗം രോഗവിമുക്തരായി വരാനുള്ള കാത്തിരിപ്പിലാണ് നാടും വീടും ബന്ധുക്കളുമൊക്കെ. അല്പസമയത്തിനകം തന്നെ ആദ്യ മൃതദേഹം ഔദ്യോഗികമായി ബന്ധുക്കൾക്ക് കൈമാറും. അതിന് ശേഷമാകും വ്യോമസേനയുടെ പ്രത്യേക വിമാനമായ ഹെർക്കുലീസ് ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുക. ഇതര സംസ്ഥാനക്കാരുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടാവും ഈ വിമാനം മടങ്ങുക. ഉറ്റവർക്ക് വിട ചൊല്ലുകയാണ് നാട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് പ്രദീപ് ജോസഫും റിയ ബേബിയും എസ്നാഗനും തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുവൈറ്റ് മംഗഫിൽ സ്വകാര്യ കമ്പനിയുടെ ലേബർ ക്യാമ്പിലുണ്ടായ വൻ അഗ്നിബാധയിൽ ജീവൻ നഷ്ടമായ 23 മലയാളികളുടെ ഉൾപ്പെടെ മൃതദേഹങ്ങളാണ് കൊച്ചി നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിച്ചിരിക്കുന്ന. നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള കാലതാമസമാണ് അവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്ന. അല്പസമയത്തിനകം മൃതദേഹങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങും.